ബോട്ടിൽ പോവാ വരാം. ഫ്രഷ് സോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഭയങ്കര 90 ദിവസം 100 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വ്ളോഗൊക്കെ വരുന്നത്. ബട്ട് സ്റ്റിൽ സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ പോകുന്ന വഴി അങ്ങാടിപ്പുറം നിർത്തി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയുണ്ടായിരുന്നു. ഋതു റിജൻസി ഹോട്ടൽ കം റെസ്റ്റോറൻ്റാണ്. സോ സ്ഥിരം ഈ വഴി പോകുമ്പോൾ ഇവിടെയാണ് കയറാറ്. എല്ലാവരും ദോശയൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും കഴിച്ചിട്ടാണ് വന്നിരുന്നത്. ബട്ട് ഇത്ര ദൂരം പോകണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അവിടുന്ന് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു, ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി. ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ പുഴ എന്തായാലും സ്ഥലത്തിന്റെ പേര് ഡ്രൈവിംഗ് ബീച്ച് ആണ്. ബട്ട് തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്. എന്നിട്ട് വണ്ടിയൊന്നും ഇറങ്ങില്ലെന്ന് തോന്നുന്നു. ഡ്രൈവിംഗ് ബീച്ച് ആണെന്നൊക്കെ പറഞ്ഞ് ബട്ട് വണ്ടിയൊന്നും ഇറങ്ങുന്നില്ല. കാണുന്നുണ്ട്. ആ വണ്ടി വന്ന് ഏട്ടാ വണ്ടി ഒന്ന് ഇറക്കി നോക്കണോ? റിതു അതെ വല്ല പറയാണ്ടോ? വെള്ളം വെള്ളം ഷെല്ലിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? ഫ്രഷ് ഷെൽ ഫ്രഷ് ഷെല്ല. എന്താ വെള്ളത്തിലുള്ള പേടികൾ മാറില്ല. കണ്ണുറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ നല്ല പോസിറ്റീവ് ഒപ്പം കണ്ണുറക്കാൻ പറ്റുന്നില്ലെന്നോ? ഉള്ളിൽ കയറിയിരിക്കുന്നില്ല. എങ്ങോട്ട് പോണം? നമ്മൾ എങ്ങോട്ട് അടുത്ത് പോകുന്നു പറയൂ. എന്താണ് മറ്റേ അവിടെ പോയി പാട്ട് പാടാനുള്ള മുടിയിരിക്കുകയാണ്. അവിടെ പാട്ട് പാടുന്നില്ല, അവിടെ എന്തൊക്കെയോ കാപ്പി സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, എവിടെ പോവാം? അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് നേരെ ബീച്ചിലേക്ക്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ മറ്റേ ബീച്ചിക്കല്ലേ? അത് വൈകുന്നേരല്ലേ? മറ്റോടത്തെ ഈ ബീച്ച് തന്നെയാണ് മറ്റോടത്. എന്താ പറയാ, മനസ്സിലായി. സർപ്രൈസ് വരുന്നില്ലേ? എന്താ വെള്ളം ഓടിക്കളിക്കുന്നുണ്ട്. ഓടിക്കളിക്കാൻ എന്താണ് അഭിപ്രായം? എന്നെ പറ്റിയല്ല, എന്റെ എന്നെ പറ്റിട്ടല്ല, ഡ്രൈവിംഗ് തീരെ പോരാ. എർട്ടിക വന്നപ്പോ തന്നെ എന്റെ പകുതി ഡ്രൈവിംഗ് ബീച്ച്. ഡ്രൈവിംഗ് ബീച്ച് കൊള്ളാം, പക്ഷെ കളക്ഷൻ രാവിലെ കൊണ്ട് കുറവാണ്. അതെന്റെ ഭാര്യ അതാ വണ്ടിയൊക്കെ പോന്നിട്ടില്ലോ. നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റില്ലെന്നുള്ളൂ. വണ്ടിയൊക്കെ പോകുന്നുണ്ട്.
അതെല്ലാം തിരിച്ചു കയറിയില്ലെങ്കിലോ? മിസൈലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ അറിയില്ല, എന്തോ കാര്യമായിട്ടുള്ള പരിപാടി. വേറെ ഒന്നും കിട്ടില്ല. ഇത് വേറെ അതിലഞ്ചെണ്ണം ഉണ്ട്. ഇടയിൽ മുളക് വേണ്ടല്ലേ? വേണോ? മുളകിടാം. മുളക് എന്തല്ലോ മുളകില്ല, നല്ലല്ലേ? അതിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ ബോധമില്ലാതെ വെള്ളത്തിലിറങ്ങിയതായിരിക്കും. ഇങ്ങനെ നിൽക്കുന്നു വെള്ളത്തിൽ. മേഘല്ലേ ഷൂസ് ഒക്കെ ഇട്ടിട്ട് അവളുടെ അടുത്തേക്കാ വന്നതേ. ഷൂസ് ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണമെന്നില്ലേ? ഇതുവരെ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ് വന്നേ? എന്ത് സ്ഥലത്തിന് വരുന്നത്? അകലപ്പുഴ. പെട്ടെന്ന് പറ. അകലപ്പുഴയുടെ എന്ത് സ്ഥലത്തിന്റെ പേര്? അകലപ്പുഴ. ഇതാണ് നമ്മുടെ ബ്ലോഗിൽ വൃത്തിക്കൊരു സ്ഥലം പറയാണ്. അകലപ്പുഴ. ഞാൻ അകലപ്പുഴ ബോട്ടിംഗ് സർവീസിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഹായ് വരാ, ബോട്ടിൽ പോവാ വരാ. ഞങ്ങൾ ഓൾറെഡി ഈ റോയൽ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വരുന്നത് 2 ബോട്ടാണ്. ഒരെണ്ണം 5000 പെർ അവറും ഒരെണ്ണം 2000 പെർ അവറുമാണ്. ഇപ്പൊ 2 മീനിനെ കിട്ടി കയ്യോടെ. സ്കോട്ട്ലാൻഡിൽ വന്ന അകലപ്പുഴയിൽ വീണ നമുക്ക് ടൈറ്റിൽ കിട്ടിയോ? പോയി. ഇതാ വ്ലോഗിൽ കേറിയ. എടാ എത്താതെ നീ അവൻ വീഴും പോലെയല്ല നീ വീണ. മീന് പോരേ, പണ്ടത്തെ പോലെ അല്ല എന്നൊക്കെ. മീൻകുളം കുഴിച്ച് കാശുണ്ടാക്കി നീ ഹൗസ് ബോട്ട് ബിസിനസ്. ഏട്ടാ എന്താ അഭിപ്രായം? ഏട്ടൻ എവിടെ നിന്ന് പാട്ട് പാടാൻ നോക്കുന്നത്? ബാത്റൂം രണ്ട് ഭാഗത്തെ കിട്ടിയോ? ഓ സ്കോട്ട്ലാൻഡിൽ ഈ മീനല്ലേ? എന്തായാലും മതി. എവിടെ ഞണ്ട്? ഒരുത്തൻ എന്തോ കാണിക്കുന്നുണ്ട്. സോ അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ കയറി. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 2000 പെർ അവർ വരുന്നൊരു ബോട്ടായിരുന്നു. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇതിൽ ഏകദേശം ഒരു ബാത്റൂം വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഹോൾ വരുന്നുണ്ട്, പിന്നെ ഫാനാണ്, നോൺ AC ആണ്. സോ ഞങ്ങൾ വന്ന ടൈം ഏകദേശം ഉച്ചയായതുകൊണ്ട് ഭയങ്കര ചൂടുണ്ടായിരുന്നു. സോ ബെറ്റർ മോർണിംഗ് ഓർ ഈവനിങ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ബോട്ട്. ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ.
ആ ഫിറ്റ്നസ് പരിപാടി കഴിഞ്ഞ ഓക്കെ. എന്നിട്ട് എല്ലാ ബോട്ടും 3 കൊല്ലം. 3 കൊല്ലം. തീവണ്ടി മൂവി ഇല്ലേ, തീവണ്ടി മൂവി ഷൂട്ട് ചെയ്തത് എഡിസൺ തുരുത്തിതാണ്. ആളെ സ്മോക്കിംഗ് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടിടുന്നില്ലേ അത്. മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, കനവറിയാതേതോ കിനാവു പോലെ, മനമറിയാതെ പാറിയ മനസരസോരം, പ്രണയവിലാക്കിളി സഹാന പാടി. ഇത് എടാ നന്നായിട്ട് എടാ ആസ്വദിച്ച് ഉറങ്ങിയതാണ് ആൾക്കാർ. എടാ എല്ലാം തെറ്റി. നമ്മൾ മാത്രമേ എല്ലാരും പാടുന്നു. എടാ വന്നടാ. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. ജന്മം സമരം എൻ ശ്രീരേഖയിൽ, സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ. നമ്മളൊരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങിയാലോ അല്ലേ? നിങ്ങളൊരു ബാൻഡ് തുടങ്ങിയാലോ? കഴിഞ്ഞു മതി. അത്രയും പാടി പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ തുരുത്തിൽ തന്നെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ബട്ട് ഇത് 2 months ആയിട്ട് അബാൻഡൻ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ആരുമില്ല. സോ ജസ്റ്റ് അതിൻ്റെ ഉള്ളൊന്ന് വിസിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലോട്ടാണ് പോയത്. ഒരു സൺസെറ്റ് ടൈമിലാണ് ബീച്ചിലെത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈക്ക് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ലൈക്ക് രാവിലെ റിതി ഭയങ്കര വാശിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങുന്നതിനൊക്കെ. ബട്ട് ഇപ്പോൾ വൈകുന്നേരം ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഇപ്പോൾ ബീച്ചിൽ നിന്നേ പോവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായി. ലാലു ആണെങ്കിലും ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഫുൾ വെള്ളത്തിലായിരുന്നു, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ടോട്ടലി വെർത്തായിരുന്നു ലൈക്ക് ട്രിപ്പ്. ഈ അകലാപ്പുഴയാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഈവനിങ് ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ആദാമിൻ്റെ ചായക്കടയിൽ പോയി. അവിടെ പോയി ഫുഡെല്ലാം ഓർഡർ ചെയ്തു, കഴിച്ചു. മോസ്റ്റ്ലി അവിടുത്തെ എല്ലാ
മെയിൻ കോഴ്സ് ഐറ്റംസും ട്രൈ ചെയ്തു. ഈ ആദാമിൻ്റെ ചായക്കടയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ ടോട്ടലി നന്നായിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളും പിന്നെ ആംബിയൻസ് ആണെങ്കിലും വെർത്താണ്. പിന്നെ നേരെ ഒരു ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ ഇറങ്ങിയതും മഴയൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ നേരെ വീട്ടിലോട്ട് പോയി. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.